കഥ നടക്കുന്നത് 2015 മിയാമിയിലെ ഒരു കോടതി മുറിയിലാണ്. ജഡ്ജിന്റെ കസാരയിൽ മിൻഡി ഗ്ലേസർ ഇരിക്കുന്നു. ആർത്തർ ബൂത്ത് എന്ന പേരുള്ള കുറ്റവാളി പ്രതിക്കൂട്ടിൽ വന്നു നിന്നു. മിൻഡി ഗ്ലേസർ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. വിചാരണ തുടർന്നുകൊണ്ടിരുന്നു. മോഷണം, പിടിച്ചുപറി, പോലീസിനെ ആക്രമിക്കുക, ഇങ്ങനെ ഒരുപാട് കേസുകൾ. പക്ഷേ വിചാരണയ്ക്കിടെ മിൻഡി ഗ്ലേസർ ഈ കുറ്റവാളിയെ നല്ല പരിചയം തോന്നി. അവൻ്റെ നിൽപ്പും ഭാവവുമെല്ലാം എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി. വിചാരണയെല്ലാം കഴിഞ്ഞ ശേഷം കോടതി മുറിയിൽ നിന്ന് തന്നെ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു. ആർത്തർ ബൂത്ത് താൻ പഠിച്ച സ്കൂളിൻ്റെ പേര് പറഞ്ഞു. അത് മിൻഡി ഗ്ലേസർ പഠിച്ച അതേ മിഡിൽ സ്കൂളിൻ്റെ പേരായിരുന്നു. ഒരേ ക്ലാസ് റൂമിൽ പഠിച്ച ക്ലാസ്മേറ്റാണ് ഇരുവരുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന് ആർത്തർ ബൂത്ത് എന്ന കുറ്റവാളിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ആ മനുഷ്യൻ കോടതി മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. തൻ്റെ ബാല്യകാല സുഹൃത്തിനെ രക്ഷിക്കണോ അതോ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണോ? മിൻഡി ഗ്ലേസർ എന്ന ജഡ്ജി അവിടെ ചെയ്ത കാര്യം ഇൻസ്പയറിംഗ് ആയിരുന്നു. കോടതിക്കകത്തെ മറ്റ് സഹപ്രവർത്തകരെ ബൂത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു. ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ബൂത്തിനെ കാണാനി വന്നതിൽ സങ്കടമുണ്ടോയെന്ന് കൂടി മിൻഡി ഗ്ലേസർ പറഞ്ഞു. ഇതുകൂടി കേട്ടപ്പോൾ സങ്കടം സഹിക്കാനാവാതെ ആർത്തർ ബൂത്ത് കോടതി മുറിക്കുള്ളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുക്കനായിരുന്നു ബൂത്ത്. പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം പല സാഹചര്യങ്ങളിൽ ഡ്രഗ്സിന് അടിമപ്പെട്ടു ഒരു കുറ്റവാളിയായി പോയതാണ്. അങ്ങനെ $40,000 ബോണ്ടിൽ ബൂത്തിന് ജാമ്യം അനുവദിച്ചു. ഒപ്പം 10 മാസത്തെ ജയിൽ ശിക്ഷയും വിധിച്ചു. പക്ഷേ ഈ 10 മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ മിൻഡി ഗ്ലേസറിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഡ്രഗ് ട്രീറ്റ്മെൻറ്റിന് ബൂത്തിനെ പറഞ്ഞയച്ചു. ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബൂത്ത് പുറത്തിറങ്ങുന്ന ദിവസം അവിടെ മിൻഡി ഗ്ലേസറും ഉണ്ടായിരുന്നു. കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, ബൂത്തിൻ്റെ പിണങ്ങിപ്പോയ ഭാര്യ. ആർത്തർ ബൂത്ത് എന്ന ആ കുറ്റവാളിയുടെ ജീവിതം ആ ഒരു നിമിഷം കൊണ്ട് കംപ്ലീറ്റായി മാറി. ഒരു ജഡ്ജി വിചാരിച്ചാൽ ഒരു കുറ്റവാളിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഒരു സുഹൃത്ത് വിചാരിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. നന്ദി.